മൂന്നാറുമായി ബന്ധപ്പെട്ട് എത്രയോ ഇഷ്യൂസാണ് നിലനിൽക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നമ്മുടെ ബഹുമാന്യനായ MLA എങ്ങനെയാണ് ഇടപെടുന്നത്? അദ്ദേഹം സജീവമായി മണ്ഡലത്തിൽ ഇടപെടുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു. ഇന്നത്തെ അഭിമുഖം MLAയുമായി. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ അഡ്വക്കേറ്റ് എ രാജ അവர்களാണ്. സ്വാഗതം സാർ. നമസ്കാരം സാർ. വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അങ്ങയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് MLA ആയതിനു ശേഷം ഒരു തെരഞ്ഞെടുപ്പ് കേസ് വന്നു. അതിൽ വളരെ സുദീർഘമായ ഒരു നിയമ പോരാട്ടം അതിൻ്റെ പിന്നിലുണ്ടായി. അവസാനം വിജയ് അങ്ങയുടെ കൂടെ ആയിരുന്നു. ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. സന്തോഷം. ഓക്കെ, ഒരു MLA എന്ന നിലയിലുള്ള അങ്ങയുടെ പ്രവർത്തനം തികച്ചും ശ്ലാഘനീയമാണ്. വളരെ അങ്ങേയറ്റത്തെ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിലുള്ള അങ്ങയുടെ പ്രാപ്തിയും അങ്ങയുടെ സജീവതയും ഒക്കെ ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അങ്ങ് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നറിയുന്നു. അങ്ങയുടെ മണ്ഡലത്തിൽ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണെന്ന് പറയാമോ? ഇത് പറയുന്നതിന് മുമ്പ് ഇടയ്ക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ്. തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ അത്രത്തോളം നല്ല രീതിയിലാണ് ജയിപ്പിച്ചത്. 7848 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. നമുക്ക് മറ്റ് ചില സ്ഥാനാർത്ഥികളുടെ നോമിനേഷനൊക്കെ തള്ളിപ്പോയി. അപ്പോൾ ഒരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഈ വോട്ടുകൾ നമുക്ക് ഒരുപോലെ മറ്റാളുകൾക്ക് കിട്ടുമെന്നുള്ളത്. എന്നാലും മണ്ഡലത്തിലെ ഒന്നടങ്കം ആളുകൾ നമ്മളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്താണ് ജയിപ്പിച്ചത്. ഏകദേശം ഒരു 2 വർഷം കഴിയുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് കേസിൻ്റെ വിധി വന്നത്. വിധിയിൽ ഒരു ഘട്ടത്തിലും നമുക്ക് ആശങ്കയില്ലായിരുന്നു, ഞങ്ങൾ ജയിക്കും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതിയിൽ ഒരു വിധി വന്നപ്പോൾ എന്നെ മാത്രമല്ല ബാധിച്ചത്, ഈ തമിഴ് സംസാരിക്കുന്ന കൂടുതൽ ആളുകളെ ഈ വിധി ബാധിച്ചു. എന്ന് പറഞ്ഞാൽ അവർ ഉയർത്തിയ ഒരു വാദം എന്ന് പറയുന്നത് ഈ 1950 വിഷയം, 2 വിഷയമാണ്. ഒന്ന്, ഞാൻ മതം മാറിയത് കൊണ്ട് ഇങ്ങനെ സംവരണ ആനുകൂല്യം ലഭിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടിൽ മതം മാറിയ ആളുകളുണ്ട്. എന്ന് പറയുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ വീട്ടിലും മതം മാറിയ ആളുകളുണ്ട്. നേരത്തെ MLA മാരായിട്ടുള്ള ആളുകളുടെ വീട്ടിലും മതം മാറിയ തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത മതക്കാരെ കാണാം. അതെ, അത് അവരെ ബാധിക്കുന്ന വിഷയമല്ല. എന്നാൽ പോലും അവർക്കൊരു ഘട്ടത്തിലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കോടതി അതാണ് പറഞ്ഞത്, ഇദ്ദേഹം എങ്ങനെ മതം മാറി എന്ന് തെളിയിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിലും അവർക്ക് തെളിയിക്കാൻ പറ്റില്ല. ഏതെങ്കിലും മതാചാരത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഫോട്ടോസ് എന്തെങ്കിലും ഉള്ളത് കൊണ്ട് അവർ ആ മതം പിന്തുടരണം എന്നില്ല എന്നാണ് സുപ്രീം കോടതി ബന്ധപ്പെട്ട എന്തൊക്കെ പേപ്പറാണല്ലോ അവര്. അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. ഇപ്പം നമ്മളാണെന്നുള്ളത് തെളിയിക്കേണ്ടത് പള്ളി എന്നുള്ള അച്ഛനും കാര്യങ്ങളൊക്കെ. അവർ ഒരാൾ പോലും ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന കുറെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പേരിലുള്ള ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റി. അതെ, കോടതി അത് അങ്ങനെ കണ്ടു എന്ന് പറയുമ്പോഴാണ് നമുക്ക് കോടതി എങ്ങനെ ഒരു വിധി ഇങ്ങനെ പുറപ്പെടുവിച്ചു എന്നുള്ളത്. സുപ്രീം കോടതി പോയപ്പോൾ അവർക്ക് ഒരു ഘട്ടത്തിലും എങ്ങനെയാണ് കൺവെൻഷൻ നടന്നു എന്നുള്ളത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കോടതി തന്നെ പറഞ്ഞു, അത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നമ്മുടെ നിയമം അനുവദിക്കുന്നതനുസരിച്ച് ഒരാൾക്ക് മതം തീരുമാനിക്കും, ഏത് മതത്തെ പിന്തുടരണം എന്നുള്ളത്. ഓപ്പൺ ഡിക്ലറേഷൻ വേണമെന്നാണ് പറയുന്നത്. ഞാൻ ഇന്ന മതത്തെ പിന്തുടർന്നു എന്ന് കാണിക്കുമ്പോൾ മാത്രമേ ആ മതത്തിന്റെ ആളായി മാറുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ഇത് റിസർവേഷൻ സീറ്റ് ആയതുകൊണ്ടാണ് ഈ പ്രോബ്ലം. അതെ, പക്ഷേ ഇലക്ഷന്റെ പ്രചരണ ഘട്ടങ്ങളിലൊന്നും ഇത് വന്നിട്ടില്ല. അതാണ് പ്രശ്നം. ഇലക്ഷന്റെ പ്രചരണ ഘട്ടങ്ങളിൽ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ സമയത്ത് അവർക്ക് ആ വിഭാഗത്തിന്റെ വോട്ട് പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇതില്ല. ഇലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ എന്തായാലും ഒത്തിരി പ്രതീക്ഷിച്ചു. അവർ തോറ്റു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു പണി എന്ന് ഓർത്ത് തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തു. തങ്ങൾ തെരഞ്ഞെടുപ്പ് കേസിന് ധൈര്യമായിട്ട് തന്നെ നേരിട്ടു. പിന്നെ ഈ വലിയ വിഷയം എന്ന് പറയുന്നത് 1950 ഇഷ്യൂ ആണ്. 1950 ഇഷ്യൂ അദ്ദേഹം പറഞ്ഞത് 1950 ശേഷം ഇവർ മറ്റ് സംസ്ഥാനത്തു നിന്നാണ് എത്തിയിട്ടുള്ളത്, അതുകൊണ്ട് കേരളത്തിൻ്റെ സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ 1950 ശേഷം വന്ന ആളല്ല, അദ്ദേഹത്തിൻ്റെ ആരോപണം മാത്രമാണ്. എൻ്റെ മുത്തശ്ശി 49 ഇവിടെ ജോലി ചെയ്തതായിട്ടുള്ള കമ്പനിയുടെ രേഖകളടക്കം ഞാൻ കോടതിയിൽ ബോധിപ്പിച്ചു. അതിനുശേഷം തുടർച്ചയായിട്ട് എൻ്റെ അച്ഛൻ ജനിക്കുന്ന ഇവിടെ, എൻ്റെ അമ്മ ജനിക്കുന്നത് മൂന്നാർ പഞ്ചായത്തിൽ, ഞങ്ങൾ മക്കളായിട്ടുള്ള 3 പേര് ജനിക്കുന്ന ഇവിടെയാണ്.
ഞങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ മക്കൾ ജനിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഏകദേശം 75 വർഷത്തോളമായിട്ട് റെക്കോർഡിക്കലി ഞങ്ങളുണ്ട്. ഞങ്ങൾ വന്നു എന്ന് പറയുന്നത് 1940 മുമ്പാണ്. അത് ശരി. അതിനൊന്നും രേഖകളില്ല. പക്ഷെ ആ സമയത്തൊന്നും കേരളമായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് തന്നെ 56-ലാണ്. അതെ. സംസ്ഥാനം ഐക്യകേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് 50-ന് മുമ്പ് ഇവിടെ വന്നിരിക്കണമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഇപ്പോൾ സുപ്രീം കോടതി വിധി എന്നെ ബാധിച്ചിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഹൈക്കോടതി വിധി പോലെ സുപ്രീം കോടതി പറഞ്ഞിരുന്നെങ്കിൽ നാളെ ഈ മണ്ഡലത്തിൽ നിന്ന് ഒരാൾക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഉള്ള സ്റ്റാറ്റസ് ആണ് ബാക്കിയുള്ള ആ തരത്തിലുള്ള വലിയ നിയമ തടസ്സം നേരിടുമായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ 2 വർഷം ഇദ്ദേഹം ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള വിധി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി വിധി തെറ്റായിരുന്നു. 1950-ന് മുമ്പ് ഇവിടെ വന്നാൽ പോരാ, വന്നു എന്നുള്ളത് കോടതി അംഗീകരിച്ചു. പക്ഷെ അന്ന് നിങ്ങൾ തേയിലത്തോട്ടത്തിൽ ജോലിക്ക് വേണ്ടി വന്നതാണ്, ടെമ്പററി റെസിഡൻസ് ആണ്, നിങ്ങൾക്ക് സ്വന്തമായി സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ കേരളത്തിലെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹനല്ല എന്നാണ് കോടതി പറഞ്ഞത്. സ്വന്തമായി ഭൂമിയുള്ള ആളുകൾ എത്ര പേരുണ്ട്? സ്വന്തമായി ഭൂമി ഇല്ലാത്ത ആളുകളൊന്നും കേരളത്തിലുള്ള ആളുകളായിട്ട് കണക്കാക്കപ്പെടില്ല എന്നാണ് ഹൈക്കോടതി വിധി. അതാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത്. അപ്പോൾ ഈ വിധി വന്നതിന് ശേഷം ഏകദേശം ഒരു 2 വർഷത്തോളമായി ഏകദേശം ജാതി സർട്ടിഫിക്കറ്റുകളൊക്കെ ലഭിക്കുന്നതിന് വലിയ തടസ്സം നേരിട്ടു എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ കോടതി പറഞ്ഞത് 1950 എന്ന് പറയുന്നത് ഒരു പ്രസിഡൻഷ്യൽ ഉത്തരവ് മാത്രമാണ്. അത് ഇന്ന ജാതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് റിഫോം ചെയ്യുന്ന 1956 ആണ്. അപ്പോൾ 56-ൽ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം 76 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അമെൻമെൻറ്റ് വരുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് ഈ കാസ്റ്റിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കേരളത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഹൈക്കോടതി വിധി വന്നപ്പോൾ ശരിക്കും അങ്ങയുടെ ആത്മവിശ്വാസത്തെ അത് ബാധിച്ചു? തീർച്ചയായിട്ടും ബാധിച്ചു. ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഞാനൊരു അഡ്വക്കേറ്റാണ്. ഏകദേശം ഒരു 10 വർഷത്തിന് കൂടുതൽ ദൈവത്ത് പ്രാക്ടീസ് ചെയ്ത ആളാണ്. അപ്പോൾ കോടതി നടപടിക്രമങ്ങളും കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷെ കോടതിയിൽ ഒരു ഡേറ്റ് പോലും, ഈ വിധി പറയുന്നതിന് ഒരു ഡേറ്റ് പോലും വയ്ക്കാതെ ഫർദർ ഹിയറിംഗ് പോസ്റ്റ് ചെയ്തിട്ട് അന്ന് വിധി പറയുന്നു. ആ ദിവസം ഞാൻ നിയമസഭയ്ക്കകത്താണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പോലും പെട്ടെന്നൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നന്ദി പറയേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടാണ്. അദ്ദേഹം ഈ വിധി വന്നതിന് ശേഷം എന്നെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഇത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഒരു ജനതയെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അപ്പീൽ കൊടുക്കണം. അപ്പീൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അദ്ദേഹം ആ കാര്യം പഠിച്ചു, ചോദിച്ച ഉടനെ അദ്ദേഹത്തിന് അത് പഠിക്കാൻ കഴിഞ്ഞു. അപ്പം തന്നെ കാര്യങ്ങൾ വക്കീലായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഒരു നിയമസഭയിലെ ഒരു MLA-ക്കെതിരെയാണെങ്കിൽ ഒരു വിധി വന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പാർട്ടി മെമ്പറായ ഒരാളാണ്. അതെ. അപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ CPM-ന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി തീർച്ചയായിട്ടും ഈ കേസ് എന്നെ മാത്രം ബാധിക്കുന്നതല്ല, ഇടുക്കി ജില്ലക്കകത്ത് കൂടുതൽ തമിഴ് സംസാരിക്കുന്ന ആളുകളുണ്ട്. അത് ദേവികുളത്തുമുണ്ട്, അതുപോലെ ഉടുമ്പൻചോലയിലും പീരുമേട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ തൊട്ടമയിലിൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ തമിഴ് സംസാരിക്കുന്ന ആളുകളാണ്. ഈ സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഇവിടെ തന്നെ ഉള്ള ആളുകളും ഉണ്ട്, അതിനുശേഷം വന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വിഷയമാണ് നമ്മൾ ഉന്നയിച്ചത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഈ കേസ് നടത്തി ജയിക്കാൻ വേണ്ടി ഈ 50 എന്ന് പറയുന്ന വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഈ കേസിലൂടെ അങ്ങ് സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, ഇപ്പൊ മറ്റുള്ളവരെയൊക്കെ ബാധിക്കും എന്നുള്ളത്, അതെല്ലാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിച്ചു. ഒറ്റ കാര്യം പറയും, ഇവിടെ സിംഗിൾ ജഡ്ജ് ബെഞ്ചാണ്. പക്ഷേ ഇത് ഇലക്ഷൻ കേസായതുകൊണ്ട് ഇതിൻ്റെ അപ്പീൽ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ജഡ്ജാണ്, അവിടെ 3 ജഡ്ജാണ്. ഞാൻ ഈ കേസിൻ്റെ എല്ലാ ദിവസങ്ങളിലും കോടതിയിൽ ഹാജരായ ഒരാളാണ്. ഞാൻ അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ അറിയണം. പിന്നെ എൻ്റെ ഒരു ഓൺ കേസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ പോകേണ്ടിയുണ്ട്. സുപ്രീം കോടതിയിലും പോയി. ഞാൻ വാദം പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ 3 ജഡ്ജ്. സാധാരണ ഒരു ബെഞ്ചിൽ ഇങ്ങനെ കേസുകൾ വാദം കേൾക്കുമ്പോൾ ഭിന്നാഭിപ്രായം പറയും, സ്വാഭാവികമാണ്. പക്ഷേ ഈ കേസിൽ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഭിന്നാഭിപ്രായം കണ്ടിട്ടില്ല. 3 പേരും ഒരേ ചോദ്യം ഒരേപോലെയാണ് നിൽക്കുന്നത്. അവർ പറഞ്ഞ ഒരു ഭിന്നാഭിപ്രായം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ഈ വക്കീലന്മാരോട് പ്രത്യേകിച്ച് ക്രോസ് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ വക്കീൽ ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളെല്ലാം സുപ്രീം കോടതിയിൽ അതേപോലെ അംഗീകരിക്കുകയാണ് ചെയ്തത്. എതിർവക്കീൽ പറഞ്ഞത് അവരുടെ ഒരു വിഷയം ഒരു വിഷമപ്പെടുത്തി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ ഒരു തെറ്റായ വിധി ഉണ്ടാക്കി, ഏറ്റവും കൂടുതൽ ആളുകൾ ബാധിക്കപ്പെട്ടു. ഇങ്ങനെ ബാധിച്ചതിന് ശേഷം അവിടെ പോയതിന് ശേഷം അവരുടെ വാദം എന്ന് പറയുന്നത് 50-ന് ശേഷം വന്നിട്ടുള്ള ആളുകളാണ്, ഇവർക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമം തോന്നി. എന്ന് പറഞ്ഞാൽ ഇത്രയും ബാധിച്ചിട്ട് പോലും അവർ അതിൽ നിന്ന് പിന്മാറുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം തോന്നി. കാരണം വെച്ചാൽ അത് ജനങ്ങളെ അത്രയേറെ ബാധിക്കുന്നു, അത് പൊതുവായി ബാധിക്കുന്നു, എന്നിട്ടും പിന്മാറുന്നില്ല എന്നൊരു വിഷമം, ധാർമ്മികമായൊരു വിഷമം. പക്ഷെ ഞങ്ങൾക്കത് കോൺഫിഡൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഒരു ഘട്ടത്തിലും സുപ്രീം കോടതിയിൽ കേസ് അവതരിപ്പിച്ച മുതൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ആയിട്ടുള്ള KV വിശ്വനാഥൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റാണ് ആദ്യം എൻ്റെ കേസ് ഈ സ്റ്റേ പെറ്റീഷൻ സമയത്തൊക്കെ കോടതിയിൽ വാദിച്ചത് കാര്യങ്ങളെല്ലാം.
അദ്ദേഹം ഈ ജഡ്ജ്മെന്റ് മലയാളിയാണ് വായിച്ച്, അതെ അതെ, മലയാളിയാണ്. ജഡ്ജ്മെന്റ് വായിച്ചു നോക്കിയപ്പോഴത്തേക്കും ഇതിന്റെ മുൻവിധിയോടുകൂടി കണ്ട പോലെ ഉണ്ടല്ലോ, കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു. പിന്നീട് ഗിരി സാറാണ്, വി ഗിരി എന്ന് പറഞ്ഞ സാറ്, അദ്ദേഹമാണ് ഈ കേസിന്റെ ഫർദർ ഹിയറിംഗ് കാര്യങ്ങളെല്ലാം നടത്തിയത്. നേരത്തെ ഹൈക്കോടതി ജഡ്ജായിരുന്നു, പിന്നീട് ഇപ്പോൾ സുപ്രീം കോടതി അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് പലവട്ടം കേട്ടിട്ടുണ്ട്. അതെ അതെ, വി ഗിരി സാറാണ്. ആദ്യ ഘട്ടത്തിൽ കെ വി വിശ്വനാഥ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ആണ്, ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജാണ്. ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഈ ഹൈക്കോടതി തടഞ്ഞപ്പോ അങ്ങയുടെ നിയമസഭയിൽ നിന്ന് കിട്ടേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ അത് തടയപ്പെട്ടല്ലോ. അത് സത്യത്തിൽ അങ്ങയുടെ പ്രവർത്തനത്തെ ബാധിച്ചുവോ? തീർച്ചയായിട്ടും ഇത്രയും ദേവികുളം പോലുള്ള ഒരു മണ്ഡലത്താണ്, ഈ സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് ദേവികുളം നിയോജക മണ്ഡലം. 12 പഞ്ചായത്തുകളാണ്, ഏകദേശം ഇങ്ങനെ ഒരു 170 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന, വട്ടവട, കാന്തല്ലൂർ, എടമലക്കുടി തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം അടങ്ങിയിരിക്കുന്നതാണ്. ആലപ്പുഴ ജില്ലയുടെ വലിപ്പമുണ്ട് നമ്മുടെ ഒരു മണ്ഡലത്തിന്റെ ഇത് വിസ്തൃതി എന്ന് പറയുമ്പോൾ. അപ്പൊ മൂന്നാർ പഞ്ചായത്ത് തന്നെ വലിയ, ഇപ്പൊ എടമലക്കുടിയല്ലേ മാറിയിട്ടുള്ളൂ, മൂന്നാർ പഞ്ചായത്തിന്റെ വിസ്തൃതി തന്നെ വലുതാണ്. അതെ അതെ. അപ്പൊ ഇങ്ങനെ ഓടിയെത്തുമ്പോൾ ഒരു ചില ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ പാർട്ടിയിലെ ആളുകൾ വലിയ ഒരു സപ്പോർട്ടാണ് ചെയ്തത്. എന്നാലും എനിക്കിപ്പോൾ അലവൻസ് മാത്രമേ ഇല്ല എന്നുള്ളൂ. ഇപ്പം എൻ്റെ ഡ്രൈവറോ എൻ്റെ PA-ക്കോ അവർക്കൊന്നും വിഷയമല്ല. മണ്ഡലത്തിലെ ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിന് വേറെ തടസ്സമൊന്നും ഇല്ല. ചെറിയൊരു തടസ്സം വന്നു, അതപ്പം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. എനിക്ക് അലവൻസ് ലഭിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതാണ് അപ്പീൽ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ സുപ്രീം കോടതി പറഞ്ഞത് അടിയന്തരമായി ഇതെല്ലാം നിർത്തി വെച്ചിരുന്ന അലവൻസ് എല്ലാം കൊടുത്ത് തീർക്കണം എന്ന് പറഞ്ഞു. അതും സുപ്രീം കോടതി ഓർഡറാക്കി. പ്രത്യേകം പരിഗണിച്ചു. അതെ, ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതിക്ക് അത് തോന്നിയ കാര്യമാണ്, പെട്ടെന്ന് കൊടുക്കും. എന്നിട്ട് 2 വർഷം ഇങ്ങനെ ആവശ്യമില്ലാണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ സുപ്രീം കോടതി ജഡ്ജി ചോദിച്ചത്, എങ്ങനെ ഈ കേസ് സുപ്രീം കോടതി വരെ എത്തിയെന്നാണ് അവർ ചോദിച്ചത്. ഹൈക്കോടതിയിൽ തന്നെ തള്ളേണ്ട ഒരു കേസ് അവിടം വരെ എത്തിയുള്ള അതിന്റെ നാൾവഴികൾ അദ്ദേഹം പരിശോധിച്ചു, അവർ പരിശോധിച്ചു കാണുമല്ലോ. അപ്പൊ ആ നാൾവഴികളിലൂടെ കടന്നു പോരുമ്പോൾ തീർച്ചയായിട്ടും തള്ളേണ്ട ഒരു കേസ് എന്ന നിലയിൽ അതിനെ കണ്ടു. അങ്ങനെയാണ് അവരുടെ അഭിപ്രായം ഉണ്ടായിരുന്നത്. 3 ജഡ്ജിമാരും ഒരേപോലെ തന്നെ ആയിരുന്നു. പക്ഷെ കേസ് വിധി പറയാൻ കുറച്ച് താമസിച്ചു എന്നുള്ളൂ. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയില്ലല്ലോ, ഹൈക്കോടതി വിധി വന്നു, ഒരു ആദ്യത്തെ കോടതി. അപ്പീൽ കോടതി സുപ്രീം കോടതിയാണ്, അതിനെതിരെ അപ്പീലില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും അതിന്റെ ഒരു നേർചിത്രം. അതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ടായിരുന്നു സാർ. കാരണം ജനങ്ങൾ ഇത് ഈ പത്രത്തിൽ വായിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു യഥാർത്ഥ വസ്തുത എന്തത് എന്നതിനെ സംബന്ധിച്ച് പൊതുജനത്തിന് വലിയ അങ്ങ് തന്നെ അത് തുറന്നു പറഞ്ഞപ്പോഴാണ് ജനത്തിന് അത് ബോധ്യമായി. ഈ ഇപ്പോൾ ആങ്കറായ എനിക്ക് പോലും അതിന്റെ ഒരു വസ്തുത കൂടുതൽ മനസ്സിലാകുന്നത് ആ സമയത്താണ്. ഇനി നമുക്ക് തിരിച്ചു വരാം അല്ലേ? ഇപ്പോൾ ഈ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് എടമലക്കുടി പോലുള്ള സ്ഥലത്ത്, വട്ടവട പോലുള്ള സ്ഥലത്ത്, മറയൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ അങ്ങയുടെ മണ്ഡലത്തിലെ പൊതുവേ ഉള്ള വികസനങ്ങൾ എല്ലാ മേഖലയിലേക്കും വികസനം എത്തിച്ചേരണമെന്നാണ് ആഗ്രഹിക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പുതിയ കിഫ്ബിയുടെ പ്രപ്പോസലൊന്നും, കിഫ്ബി എന്ന് എടുത്തു പറയാൻ കാരണം വലിയ രീതിയിലുള്ള പ്രോജക്റ്റുകളെല്ലാം ഈ നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ 9 വർഷമായി നടന്നിട്ടുള്ളതെല്ലാം കിഫ്ബിയുടെ പ്രോജക്റ്റാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പുതിയ പ്രോജക്റ്റുകൾ എടുത്തിട്ടില്ല. അതിന് സാമ്പത്തികമായി ചില പരിമിതികളുണ്ട്. കിഫ്ബി നമ്മുടെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടുത്തിയത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതിൽ പുതിയ പ്രോജക്റ്റുകൾ എടുക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏറ്റെടുത്തിട്ടുള്ള കുറേ കിഫ്ബിയുടെ പദ്ധതികളെല്ലാം ഓരോന്നായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് തുടക്കം കുറിച്ചതും തുടക്കം കുറിക്കാത്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് പ്രധാനമായി 2-3 പഞ്ചായത്തുകളിൽ ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് പോകുന്നത് നല്ലതാണ്. ഒന്ന് ബൈസമ്പാലി പഞ്ചായത്തിലാണ്. ബൈസമ്പാലി പഞ്ചായത്തിൽ 2 മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ്. അത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിന്ന് മണിയാശാൻ മന്ത്രിയായപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഇടുക്കി ജില്ലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മണ്ണാർ മുതൽ ഗ്യാപ്പ് വരെ വരുന്നുള്ള റോഡ്, അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചത് ഈ കാലഘട്ടത്തിലാണ് പണികൾ പൂർത്തീകരിച്ചത്. അതുപോലെ ഇപ്പോൾ രാജക്കാടിൽ നിന്ന് നമുക്കറിയാം എല്ലക്കൽ, അതുപോലെ ചിത്രവരെ വരുന്ന റോഡ്, അതിൻ്റെ പണികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലക്കല്ലിലേക്ക് പുതിയ പാലം വരുന്നുണ്ട്. പാലം മാത്രമല്ല, നമുക്ക് മുല്ലക്കാനം വരെയുള്ള റോഡ്, ഈ പാലവും റോഡിന് വേണ്ടിയിട്ട് 38 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പണികൾ ആരംഭിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കിഫ്ബിയുടെ പ്രധാനപ്പെട്ട വർക്കുകളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നു. അതുപോലെ ആ റോഡ് ഇങ്ങോട്ട് കയറി വരാനുള്ള റോഡല്ലേ, ആനച്ചാൽ വഴിക്ക് വരാനുള്ള, ആനച്ചാൽ വഴി ഇപ്പോൾ ചിത്രപുരത്ത് ആരംഭിച്ച് അതുപോലെ നമ്മുടെ ആനച്ചാൽ, തൂക്കുപാറ, ഇരുട്ടുകാനം വരെ നീണ്ടുപോകുന്ന റോഡാണ്. ഇപ്പൊ അലൈൻമെന്റും കാര്യങ്ങളെല്ലാം നടന്നു. അതിന്റെ വർക്ക് ഓർഡർ നടക്കുമെന്ന് കേൾക്കുന്നു. തീർച്ചയായിട്ടും അതിന്റെ സർവേ നടപടികളെല്ലാം നമ്മൾ പൂർത്തീകരിച്ചു. ആഡിറ്റ് വഴി തന്നെയാണോ അത്?
ഓഡിറ്റ് പൗറോസ് വഴിയല്ല, വഴിയല്ല, ചിത്രപുരം വഴി വരും. പൗറോസ് ഒത്തിരി വഴി. കയറ്റമാണ്. ആ അതുകൊണ്ട് കയറ്റത്തിൽ പൗറോസ് ഇപ്പം തന്നെ വഴി. ഒരു ബുദ്ധിമുട്ട്. പൗറോസിൽ നിന്ന് തിരിച്ചു വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ തിരക്കുകൾ അറിയാം. വിനോദസഞ്ചാര മേഖല ആയതുകൊണ്ട് നമ്മുടെ മേഖലയിൽ കൂടുതൽ വാഹനം വരുന്നത്. ഈ വാഹനത്തിൻ്റെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വലിയ റോഡുകൾ തന്നെ ആവശ്യമുണ്ട്. ഇത് മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് 13 മീറ്ററിലാണ് ഇത് പണിയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് അപ്പോൾ പണിത് ആദ്യത്തെ കഴിഞ്ഞാൽ റോഡ് അത്യാവശ്യം ചിലപ്പോൾ അതിന്റെ ഭാഗമായി വീതി കൂട്ടി കിടക്കും. അതും കൂടെ നമ്മൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിന്റെ അലൈൻമെന്റ് വന്നിരിക്കുന്നത് ചിത്രപുരത്ത് നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന വഴിയിലാണ്. ഒരു 4-5 കിലോമീറ്ററിന്റെ വ്യത്യാസങ്ങളുണ്ട്. അത്രേ ഉള്ളൂ ആ റോഡ്. അതുപോലെ മാങ്കുളം പഞ്ചായത്തിലുള്ള ഇപ്പോൾ റോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയതാണെങ്കിൽ പോലും അതിൻ്റെ കംപ്ലീഷൻ നടന്നത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏകദേശം ഒരു 2022 ആകുമ്പോഴാണ് മാങ്കുളം വരെയുള്ള റോഡ് പൂർത്തീകരിച്ചത്. മാങ്കുളം പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ആനക്കുളം വരെ റോഡ് BMC നിലവാരത്തിൽ ഉയർത്താൻ വേണ്ടി തീരുമാനിച്ചു. 9 കോടിയോളം രൂപ ചെലവ് ചെയ്താണ് ഇപ്പോൾ ആനക്കുളം വരെ ഒരു റോഡ്. ഈ രാജപാതയുമായി ബന്ധപ്പെട്ടാണ് അങ്ങ് സംസാരിക്കുന്നത്? അല്ല, രാജപാതയുമായി ബന്ധപ്പെട്ടല്ല, ഇത് ആനക്കുളം വരെയുള്ള റോഡ്. രാജപാതയാണ് ആളുകൾ ഹൈലൈറ്റ് ചെയ്തെങ്കിൽ പോലും, പക്ഷെ അവിടം വരെയുള്ള റോഡ് BMC ആയി ഉയർത്തപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. അതേപോലെ ഇപ്പോൾ മറയൂരിൽ നിന്ന് ചിന്നാർ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റേറ്റ് റോഡാണെങ്കിൽ പോലും എത്രയോ കാലമായിട്ട് തമിഴ്നാട്ടിലെ റോഡ് നന്നായി, നമ്മുടെ റോഡുകൾ നന്നാകുന്നില്ല എന്നൊരു ആളുകൾ പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു. സാർ, ഞാൻ ഇന്നലെ ആ വഴിക്ക് സഞ്ചരിച്ചതാണ്. നമുക്ക് ഈ 2 ബസ്സുകളൊക്കെ വരുമ്പോൾ പലയിടങ്ങളിലും വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ഫോറസ്റ്റ് തടസ്സമാണോ? അല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറയുന്ന പോലെ ഞാനും കൂടെ ആ റൂട്ടിൽ യാത്ര ചെയ്തു. അത് ഞാൻ അറിഞ്ഞു. അതിനോട് ഇന്നലെ തന്നെ ഒരാൾ പറഞ്ഞു, MLA ഉൾപ്പെടെ വന്ന് കുടുങ്ങി. അതെ, യാത്ര ചെയ്തു വന്ന ആളാണ്. നമ്മൾ ഉദ്ദേശിച്ചത് നിലവിൽ ഇപ്പോൾ BMC റോഡായതുകൊണ്ട് കഴിഞ്ഞ തവണ 10 കോടി രൂപ അനുവദിപ്പിച്ചു. 10 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചു. മൊത്തം പണികൾ പൂർത്തീകരിച്ചിട്ടില്ല ഇപ്പോഴും. അതിൻ്റെ സൈഡിലെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ഇപ്പം നടക്കുന്നേ ഉള്ളൂ, അരിശ് വർക്കുകൾ നടക്കുന്നേ ഉള്ളൂ. പിന്നീട് ഒരു 4 കിലോമീറ്ററോളം ഇപ്പോഴത്തെ വർക്കിലുണ്ട്. പിന്നെ കുറച്ച് ട്രാഫിക് സിഗ്നൽ കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ഇനി ബാലൻസ് ഉള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ കട്ടിങ് ആയി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ മാത്രം തീരുമാനിക്കേണ്ടതല്ല. ഇപ്പോൾ ഫോറസ്റ്റും അതുപോലെ PWD രണ്ടും കൂടെ ഒരുമിച്ച് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു യോഗം ഈ 31-ാം തീയതി കളക്ടറേറ്റിൽ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ഫോറസ്റ്റിന് അവരെയും കൂടെ വിളിച്ചിരുത്തിക്കൊണ്ട് നമുക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഈ റോഡ് പെട്ടെന്ന് കുറച്ചും കൂടെ ഐരിഷ് വർക്കൊക്കെ ചെയ്ത് കട്ടിങ് എല്ലാം നികത്തണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുറച്ച് ഏതായാലും അത് വളരെ അത്യാവശ്യമാണ് അവിടെ. കാരണം വെച്ചാൽ ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വാഹനങ്ങളുടെ പെരുക്കം വല്ലാതായിട്ടുണ്ട്. പണ്ടത്തെ പോലെ വല്ലപ്പോഴുമാണ് പണ്ടൊക്കെ ഒരു വാഹനം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഓരോ വളവിലും വാഹനങ്ങളാണ്, വല്ലാതെ വാഹനങ്ങളുടെ പെരുക്കമുണ്ട്. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ തൊട്ടടുത്ത മണ്ഡലമായ ഉടുമ്പൻചോലയിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ മണിയാശ മന്ത്രിയായിരുന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ പേഴ്സണലായ ബന്ധങ്ങൾ ഉപയോഗിച്ചും അദ്ദേഹം വലിയ സ്വാധീനമുള്ള ആണല്ലോ. അതൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിറയെ റോഡുകളാണ്, എങ്ങോട്ട് പോയാലും റോഡുകളാണ്. അത് വളരെ നല്ല നിലവാരത്തിൽ ഉള്ള റോഡുകൾ കാണാം. ആ നിലവാരത്തിലുള്ള റോഡുകൾ നമ്മുടെ മണ്ഡലത്തിൽ ഇല്ല എന്ന് ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ MLA-യുടെ കുഴപ്പമല്ല, കാരണം ഒരു MLA-ക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ തൊട്ടടുത്ത മണ്ഡലത്തിൽ മണിയാശാനെ പോലെ ഒരാൾ അത് ചെയ്തതുകൊണ്ട് നമ്മളെ അത് ബാധിക്കുന്നുണ്ടോ? അങ്ങനെ ബാധിക്കുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല. ഇപ്പൊ ആളുകൾ പറയുമ്പോഴും ഈ ബൈസമാലിയിലെ റോഡുകൾ നല്ലതാണ്, പള്ളിവാസലിലെ റോഡുകൾ നല്ലതാണ്, വെള്ളത്തൂരിലെ റോഡുകൾ നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ മണ്ഡലമാണ്. അതിനപ്പുറമുള്ള മണ്ഡലമാണ് ഉടുമ്പൻചോല മണ്ഡലം. പക്ഷെ ഈ റോഡ് ഉടുമ്പൻചോലയിൽ നിന്ന് വീതി കൂട്ടാൻ തീരുമാനിച്ചപ്പോൾ ഈ പല റോഡുകളും നമ്മുടെ മണ്ഡലത്തിലാണ് അവസാനിക്കുന്നത്. ആ രീതിയിലുള്ള വർക്കുകളാണ്. നമ്മളെ മണ്ഡലമാണ് തന്നെയല്ല, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നല്ല റോഡുകൾ അവിടെ വന്ന് ചേരുന്നു. അതെ, വെള്ളത്തൂവൽ നമ്മുടെ റോഡാണ്. ഇപ്പോൾ പോത്തുപാറയ്ക്കുള്ള റോഡ് കഴിഞ്ഞ ഗവൺമെന്റ് അനുവദിച്ചെങ്കിൽ പോലും പണി പൂർത്തീകരിച്ചത് ഈ കാലഘട്ടത്താണ്. പോത്തുപാറ റോഡ് നമുക്കറിയാലോ. അരിക്കൊമ്പനെ കൊണ്ടുപോകുന്ന സമയത്താണ് സത്യത്തിൽ ഒരു റോഡിന്റെ ഭംഗി എന്താണ്, അതിന്റെ അലൈൻമെന്റ് എന്താണ് എന്നൊക്കെ മറ്റ് പ്രദേശത്തെ ആളുകൾ കണ്ടത്. ആ റോഡ് എത്രയോ മനോഹരമായിട്ടാണ് കിടക്കുന്നത് അല്ലേ? അത് നമ്മുടെ മണ്ഡലത്തിലാണല്ലോ. മാട്ടുപ്പെട്ടി റോഡ് വളരെ നല്ല റോഡാണ്. അത് സത്യത്തിൽ കിടക്കുന്നത് വീതിയിൽ അല്പം ഇപ്പൊ വാഹനങ്ങളുടെ പെരുക്കം കൊണ്ടാണ്. അത് വീതി കൂട്ടാനുള്ള സാധ്യത. വീതി കൂട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ ആ നാട്ടിൽ നിന്ന ആളാണ്. ഈ കുണ്ടല എന്ന് പറയുന്ന സ്ഥലത്ത്, മാട്ടുപ്പെട്ടിക്ക് അടുത്തുള്ള സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷമാണ് ആ റോഡ് ഇപ്പോൾ ടാറിങ് ചെയ്യുന്നത്. ഏകദേശം 42 കോടി രൂപ ചെലവ് ചെയ്താണ് മൂന്നാർ മുതൽ വട്ടവട വരെയുള്ള റോഡ് BMC ആയി നമ്മൾ ഉയർത്തിയിരിക്കുന്നത്. ഇപ്പൊ പണി പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ വട്ടവട വരെ. പക്ഷെ റോഡ് ചെറുതായതുകൊണ്ട് അവിടെ വാഹനങ്ങൾ കൂടുതൽ എത്തിച്ചേരുന്നത് കൊണ്ടും ട്രാഫിക് പല സമയങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. ആ റോഡും വീതി കൂട്ടി പണിയണം. അതുപോലെ മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന റോഡും കൂടെ വീതി കൂട്ടി പണിയണം. നിലവിൽ PWD എത്രയാണോ വീതി ഉള്ളത് അതനുസരിച്ച് പണിയണം എന്നാണ്
ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുണ്ടള റോഡുമായി ബന്ധപ്പെട്ട് അങ്ങ് സൂചിപ്പിച്ചപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, എത്രയോ വർഷങ്ങളുടെ പഴക്കമുണ്ട് നമ്മുടെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കൊടൈക്കനാലിനുള്ള റോഡ് കാട്ടിലൂടെ കിടക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് കൊടൈക്കനാലിൽ എത്താവുന്ന വളരെ ഷോർട്ട് വേ ആണ്, നമുക്കൊക്കെ അറിയാം. ഞാൻ ഒരിക്കലും അതിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അന്നത്തെ കാലം വളരെ 90 സാക്ഷരതാ കാലഘട്ടത്തിൽ ജീപ്പിൽ സഞ്ചരിച്ചിട്ടുണ്ട്. കാട്ടുമൃഗങ്ങളൊക്കെ കാണാം. ആ റോഡിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ആ റോഡ് സാധ്യത ഉണ്ട്, സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റേറ്റുകൾ ബന്ധിപ്പിച്ച് കിടക്കുന്ന റോഡുകളാണ്. ഒന്ന് തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗമായിട്ട്, തേനി ജില്ലയല്ല പെരിയകുളം ജില്ലയുടെ ഭാഗമായിട്ട് കിടക്കുവാന്ന് തോന്നുന്നു. ഉവ്വ. പെരിയകുളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉം. കിടക്കുന്നത്. അതേപോലെ നമ്മുടെ കേരളവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചർച്ച നടത്തുകയും തീരുമാനങ്ങളാണ്. അതെ ഇടയ്ക്ക് ഫോറസ്റ്റ് ആണ്, അതുകൊണ്ടാണ് അന്ന് റോഡ് നിന്നുപോയത്. അതിൽ ഫോറസ്റ്റ് നിയമങ്ങൾ കൂടുതൽ KSRTC കർശനമായപ്പോൾ KSRTC ബസ് സർവീസ് വരെ അതിലുണ്ടായിരുന്നതാണ് നേരത്തെ. ഉണ്ടായിരുന്നതാണ്. സുന്ദരമാണിക്യൻ XMLA ഉണ്ടായിരുന്ന സമയത്ത്, MLA ആയിരുന്ന സമയത്തെല്ലാം ആ റോഡിൽ ബസ്സിന്റെ തുടക്കം കുറിക്കുന്ന ഒരു ഫ്ലാഗ് ഓഫിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് നമുക്ക് അത്ര വിവരം ഇല്ലെങ്കിൽ പോലും അവിടെ ബസ് റൂട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വനനിയമങ്ങൾ കൂടുതൽ കാർക്കശ്യം പൂണ്ട ഈ കാലത്ത് അത്ര പ്രതീക്ഷിക്കണ്ട അപ്പോൾ അത്. അല്ല, പ്രതീക്ഷിക്കേണ്ടതല്ല. അത് കുറച്ചും കൂടെ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നത് ഗവൺമെന്റിനാണ്. അപ്പോൾ ഗവൺമെന്റ് മുഖാന്തരം തമിഴ്നാട് ഗവൺമെന്റുമായി ബന്ധപ്പെടുത്തി, ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത കേട്ടു, തമിഴ്നാടുമായി ബന്ധപ്പെട്ട അവിടുത്തെ എംപിയും ഇവിടുത്തെ എംപി എല്ലാം പോയി ഒരു റോഡ് കാണുന്നുണ്ട് ഉടുമ്പൻചോല മണ്ഡലത്തിലാണ്. അപ്പം അതേപോലെ ഈ റോഡിലും തമിഴ്നാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റും ഒന്ന് സമ്മർദ്ദം ചെലുത്തിയാൽ ഒരുപക്ഷെ വലിയ നമുക്ക് സാധ്യതകളാണ് അല്ലേ സാർ? അത് ആ തീർച്ചയായിട്ടും റോഡ് വന്നു കഴിഞ്ഞാൽ വിനോദസഞ്ചാര വിനോദസഞ്ചാര മേഖലയ്ക്ക് രംഗത്ത് വലിയ വലിയ സാധ്യതയാണ്. സാധ്യതകളാണ്. വലിയ ആ സാധ്യതയാണ്. റോഡ് മൂന്നാർ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അതെ. മൂന്നാറിന്റെ ചിത്രം തന്നെ ഇപ്പോഴുള്ളതല്ല. ഇപ്പൊ തന്നെ വിനോദസഞ്ചാര ഭൂപടത്തിൽ മൂന്നാറിന് വലിയ സ്ഥാനമുണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ 2 പ്രമുഖ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് അങ്ങനെ ഈ മൂന്നാറുമായി ബന്ധപ്പെട്ട്, ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ വിഷയം വന്നതുകൊണ്ടാണ് പലപ്പോഴും മൂന്നാറിൽ വേണ്ടത്ര സൗകര്യങ്ങളുടെ ഒരു അഭാവം ഉണ്ട്. അങ്ങേക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ റോഡ് നമ്മൾ വലിയ രീതിയിൽ വീതി കൂട്ടി പണിയണമെന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ മൂന്നാറിലേക്ക് എത്തിച്ചേരുന്ന ഒരു വിനോദസഞ്ചാരിക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണമെങ്കിൽ, നിലവിൽ വണ്ടി പാർക്കിങ് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല, അവർ കിട്ടുന്ന സ്ഥലത്തിൽ പാർക്ക് ചെയ്യുവാണ്. ഇപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ആകാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് റോഡ് സൈഡിലെ ആളുകൾ പാർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇതിരിക്കുന്നത്. ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കണം. അതിന് മൂന്നാറിലെ സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. എന്നൊരു സ്വകാര്യ കമ്പനിയുടെ കയ്യിലാണ് കൂടുതൽ സ്ഥലങ്ങളും. അപ്പോൾ അവരും കൂടെ അവരോട് ആശയവിനിമയം നടത്തി ഒന്ന് സ്ഥലം കുറേ വിട്ട് കിട്ടുവാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ നേരത്തെ അവർ കുറേ സ്ഥലം വിട്ടുകൊടുത്തെന്നൊക്കെ വാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സമയത്ത് അന്ന് വരുന്ന വണ്ടികളല്ല ഇന്ന് വരുന്നത്. ലക്ഷക്കണക്കിന് വണ്ടികളാണ് മൂന്നാറിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതനുസരിച്ച് പാർക്കിംഗ് സൗകര്യങ്ങൾ ചെയ്യണം. അതുപോലെ ഒരു സഞ്ചാരി എന്നുള്ള നിലയിൽ, സഞ്ചാരി എന്നല്ല തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് തന്നെ ഉപയോഗിക്കാൻ പാകത്തിന് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് പണിയെങ്കിൽ പോലും സ്ഥലത്തിൻ്റെ പരിമിതികൾ നമുക്ക് നിലവിൽ അത് ഞാൻ ചോദിക്കാനില്ല. എന്നോട് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ചോദിക്കുന്നില്ല. ടോയ്ലറ്റിന്റെ അഭാവം ഉണ്ട്, ശരിക്കും ഉണ്ട്. കാരണം ആളുകൾ ആയിരക്കണക്കിനാണ് വന്നെത്തുന്നത്. സാർ, സാധാരണ ഒരാൾക്ക് ഇപ്പോൾ ഒരു സഞ്ചാരിയായിട്ട് മൂന്നാറിലെത്തുന്നവർ കുറച്ചും കൂടി സഹിക്കും, കാരണം അതൊക്കെ മനസ്സിലാവും. പക്ഷേ നമ്മളിപ്പോൾ ഉടുമൽപേട്ടയ്ക്ക് സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ തേനിക്ക് സഞ്ചരിക്കുന്നു, മൂന്നാറിൽ വന്നിട്ട് സാധാരണ സഞ്ചാരിയുണ്ട്. ഇപ്പോൾ മറയൂർ വഴിക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ആ രാജമലയുടെ ഭാഗത്ത് എങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ കളയും വണ്ടികൾ. പലപ്പോഴും ആ ട്രാഫിക്കിനൊരു പരിഹാരം ഇല്ല. പോലീസുകാരൊന്നും ശ്രദ്ധിക്കുന്നില്ലേ വേണ്ടത്ര? അല്ല, പോലീസുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. പോലീസുകാർ ഉണ്ട്. നമുക്ക് നിലവിൽ ഉള്ള പോലീസിനെ കൊണ്ട്, എന്ന് പറഞ്ഞാൽ ഒത്തിരി പോലീസ് ആവശ്യമുള്ള സ്ഥലത്ത് ചില സ്ട്രെങ്ത്തിൻ്റെ കുറവുകളൊക്കെ ഉണ്ട്. എന്നാൽ അവരെ കൊണ്ട് ചെയ്യാവുന്ന സ്ഥലങ്ങളിലല്ല. പിന്നെ ഒരേ സമയത്ത് തന്നെ ലോ ആൻഡ് ഓർഡറും കൂടെ അവർ നോക്കണം, ട്രാഫിക് ഡ്യൂട്ടിയും കൂടെ ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കൈകാര്യം ചെയ്യണം. അപ്പം അതനുസരിച്ച് പോലീസ് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു. പക്ഷെ ഇതും പോലീസ് നിയന്ത്രിക്കുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടണമെന്നില്ല. അപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ബഡ്ജറ്റിൽ പൈസ അനുവദിപ്പിച്ചത് ഒന്ന് മൂന്നാറിലെ തിരക്ക് കുറയ്ക്കാൻ പാകത്തിനുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രാജമലയിൽ എനിക്കറിയാം, രാജമലയിൽ അങ്ങോട്ട് പോയാലും തിരക്കാണ്, ഇങ്ങോട്ട് വന്നാലും തിരക്കാണ്. പാലത്തിൻ്റെ അവിടെ സ്വാഭാവികമായിട്ട് കുറേ തിരക്ക് വരുന്നുണ്ട്. ഇപ്പോൾ വൈൽഡ് ലൈഫ് ബോർഡ് നമ്മൾ പറഞ്ഞതിന് ശേഷം എറണാകുളം നാഷണൽ പാർക്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ കുറച്ചും കൂടെ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വണ്ടികളാണ് വരുന്നതുകൊണ്ട് റോഡിൽ ഇട്ടിട്ട് പോകുന്നു. അപ്പോൾ ബഡ്ജറ്റിൽ കഴിഞ്ഞ വർഷം നമ്മൾ ആലോചിച്ചപ്പോൾ അവിടെ ഒരു പുതിയ പാലം ഇപ്പോൾ ഒരു പാലത്തിൽ തന്നെ അങ്ങോട്ടും പോകണം, അതേ പാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടും വരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബ്ലോക്കുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ ബ്ലോക്കിന് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് പുതിയ പാലം പണിയുന്നതിന് വേണ്ടി 2 കോടി രൂപ
അനുവദിച്ചു. ഇപ്പോൾ മൂന്നാർ ടൗൺ എടുക്കാം. നമുക്ക് ടൗൺ ചെറിയ ടൗണാണ്. മൂന്നാർ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ പോലും മൂന്നാർ ടൗൺ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണാണ്. ഈ ടൗണിൻ്റെ അകത്ത് മിക്കവാറും എല്ലാ വണ്ടികളും കടന്നു വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. അപ്പോൾ ടൗണിലെ ഒന്ന് തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മൂന്നാർ കോളനി റോഡ്, ഉന്നതി റോഡിലേക്ക് പോകുന്നത് 2 റോഡുണ്ട്. ഒന്ന് മാട്ടുപ്പെട്ടി റോഡിലും പോകാം, ഈ റോഡിൽ കൂടെ പോകാം. അപ്പോൾ ഈ റോഡ് ഒന്ന് BMBC നിലവാരത്തിൽ വരുന്നതിന് വേണ്ടി 3 കോടി രൂപ അനുവദിച്ചു. 3 കോടി അനുവദിക്കുമ്പോൾ അവിടെ ഒരു പാലം കൂടെ അത്യാവശ്യമാണ്. ഈ പാലം കൂടെ പണിയാൻ വേണ്ടിയിട്ടാണ് 3 കോടി രൂപ അനുവദിച്ച്. അതിൻ്റെ ഭരണാനുമതി മിക്കവാറും ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഴയ മൂന്നാർ എടുത്താൽ ഹെഡ് വാസ് ഡാമാണ്, 75 വർഷമായി. അതെ അതെ. അപ്പോൾ അതിൻ്റെ കൂടെ വണ്ടികളൊന്നും ചെറിയ വണ്ടികൾ മാത്രമേ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ബജറ്റിൽ MLA തന്നെ ശുപാർശ കൊടുത്തു ഇവിടെ ഈ ട്രാഫിക്കിന്റെ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല തിരക്കാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ 2 മണിക്കൂറൊക്കെ ബ്ലോക്ക് കിടന്നെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ ബ്ലോക്ക് വരുന്ന സമയത്ത് ഈ പാലത്തിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ബോധമേട് വഴി ആളുകൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. എറണാകുളം ഭാഗത്ത് പോകുന്നവർക്കും പോകാം, അല്ലാതെ പൂപ്പാറ ഭാഗത്തേക്ക് പോകുന്നവർക്കും പോകാം. അപ്പോൾ ആ വഴി കൂടെ 4 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 20 ഏക്കറിലേക്ക് എത്താൻ പറ്റും. 20 ഏക്കർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നല്ല വലിയ റോഡുകളുണ്ട്. അപ്പോൾ നമുക്ക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 6.25 കോടി രൂപ അനുവദിച്ചിട്ടാണ് ഈ പാലത്തിന്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രാഫിക് കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മൂന്നാർ ടൗണിൽ നമ്മുടെ ആ 2 പ്രധാനപ്പെട്ട റിസോർട്ടുകൾക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയൊരു പാലം പണിതില്ലേ, ദേവികുളം റൂട്ടിൽ. അതൊക്കെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതായിരുന്നല്ലോ. അത് 8-10 വർഷം മുമ്പ് ചെയ്തതായിരുന്നു. അതെ അതെ. അപ്പൊ അത് വന്നതിന്റെ ഒരു ഗുണം സ്വാഭാവികമായിട്ടും ടൗണിലേക്ക് വരാത്ത ആളുകൾ ആ വഴി കൂടെ കടന്നപ്പോൾ ദേവികുളം റൂട്ടിൽ കയറി പോയാൽ മതി. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നമ്മളിപ്പോ ഈ പാലം ഉദ്ദേശിക്കുന്നത് പോലും നമുക്ക് തിരക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്ന്. മൂന്നാറുമായി ബന്ധപ്പെട്ട് ഈ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ വില കൂടുന്നു. അതുപോലെ റിസോർട്ടുകളിൽ താമസത്തിന് ഭയങ്കരമായി ആളുകളെ കൊന്നു വാങ്ങുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ആനച്ചാൽ ഡെവലപ്പ് ചെയ്തത് എന്നൊക്കെ ഒരു ചുമ്മാ ആളുകൾ പറഞ്ഞു വരുന്ന ഒരു കിംവദന്തിയാണ് ഇതൊക്കെ. പക്ഷേ ഇത് മൂന്നാറിനെ ബാധിക്കില്ല. അങ്ങനെ മൂന്നാറെ ബാധിക്കുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ വരാതിരിക്കണം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാറിൽ ഭയങ്കര തിരക്കാണ്. ഒരു റിസോർട്ടിൽ പോലും ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞാൽ അവിടെ മുറിയില്ല. ആ രീതിയിൽ ആളുകൾ എത്തിച്ചേരാം. പിന്നെ ഈ റേറ്റുകളൊന്നും ഇതുവരെ ഏകീകരിച്ചിട്ടില്ല, എവിടെയും ഏകീകരിച്ചിട്ടില്ല. അതിന് നമുക്ക് ഗവൺമെന്റ് ഇടപെടാൻ പറ്റും. ഗവൺമെന്റ് ഇടപെടണം. ഗവൺമെന്റ് ഇടപെട്ട് ഇപ്പോൾ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളെല്ലാം വിളിച്ചിരുത്തി ഏകീകരിച്ച് ഇപ്പോൾ ടാക്സ് അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ എത്രയാണോ വാങ്ങിക്കുന്നത് അതനുസരിച്ച് ടാക്സ് ഗവൺമെന്റിന് അടയ്ക്കേണ്ടി വരും. ഏകീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ജനങ്ങൾ ഇനിയും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ലൈസൻസ് ഇല്ലാതെ റിസോർട്ടുകളല്ല, ചെറിയ ഹോം സ്റ്റേകൾ വരെ പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇതെല്ലാം ലൈസൻസ് കൊടുക്കുകയാണ്, ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. തദ്ദേശീയർക്ക് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ കാന്തല്ലൂർ പഞ്ചായത്തിലെ ഈ കഴിഞ്ഞ വർഷം ഒരു അഭിമാന നേട്ടമാണ് അവർ കേരളത്തിന് തന്നെ സമ്മാനിച്ചത്. ഇപ്പോൾ ഗോൾഡൻ അവാർഡ് വാങ്ങിച്ചു. ഈ ഗോൾഡൻ അവാർഡ് എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്തിന് ഗോൾഡൻ അവാർഡ് എന്ന സർക്കാരിന്റെ ഈ ആർട്ടിമിഷൻ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഭാഗമായി എങ്ങനെ അവിടെ ഉള്ള ആളുകൾക്ക് ഈ വിനോദസഞ്ചാരത്തിന് മൂലം അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ള നിലയ്ക്ക് അയച്ചു. അപ്പോൾ ഹഡുകൾ താമസിക്കുന്നു, അതുപോലെ പച്ചക്കറി തോട്ടങ്ങൾ, ഫ്രൂട്ട് സ്ട്രീറ്റ്, അതുപോലെ ഫുഡ് സ്ട്രീറ്റ്, അതിനുള്ള പഞ്ചായത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. ഗവൺമെന്റ് ടൂറിസം വകുപ്പിന്റെ ആർട്ടിമിഷനും കൂടെ ചേർന്ന് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇന്ത്യയിൽ 800ഓളം പഞ്ചായത്തുകളാണ് ഇതിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്നത്. ഈ 800 പഞ്ചായത്തിൽ അവർക്ക് ഗോൾഡൻ അവാർഡ് കരസ്ഥമാക്കാൻ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത്. ഈ കിട്ടിയതിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മൂന്നാറിലേക്ക് എത്തിച്ചേരുന്ന ഒരാൾ അവർ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കാന്തല്ലൂർ പഞ്ചായത്താണ്. ഇത്ര ദൂരം ഉണ്ടെങ്കിൽ അവർ പോയിരിക്കും. കാന്തല്ലൂർ കാലാവസ്ഥ നല്ലതാണ്, എവിടെ ഇല്ലാത്ത കൃഷികൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് മറയൂർ റൂട്ടിൽ നല്ല തിരക്കായി. ഇപ്പൊ ആപ്പിൾ കൃഷി കാശ്മീരിലുള്ളൂ, പക്ഷെ നമ്മുടെ കാന്തല്ലൂരിൽ കിട്ടും. കഴിഞ്ഞ വർഷം കുങ്കുമപ്പൂ അവിടെ വിളയിച്ചു. നിസ്സാര കാര്യമല്ല. ഭൗമസൂചിക ലഭിച്ച 2 ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ട്. നമ്മുടെ മറയൂർ ശർക്കര ഉണ്ട്, അതുപോലെ അവിടുത്തെ വെളുത്തുള്ളി. അല്ല, ഞാൻ ആ ആപ്പിൾ തോട്ടത്തിൽ തോപ്പിലാൻസോ അതുകൊണ്ട് അവിടെ പോയി ആപ്പിൾ പറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ലോകത്തോടുകൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അതെല്ലാം കണ്ടിട്ടുണ്ട്. അവിടെ ഇറങ്ങി അവരുടെ പഴത്തോട്ടങ്ങളും ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യം തന്നെ. കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇപ്പം എന്നെ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇപ്പോൾ ഒരു 4 കോടി രൂപ അനുവദിച്ചു. ആ റോഡ് ഇതുവരെ BMBC ആയിട്ടില്ല. നമ്മുടെ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട PWD റോഡുകളെല്ലാം BMBC ആക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലാകാത്ത ഒരു സ്ഥലമാണ് ഒരു പഞ്ചായത്തിലേക്ക് പോകുന്ന റോഡ്. ഇപ്പോൾ നേരത്തെ പാലത്തിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോവിൽക്കടവിൽ ഒരു പാലം പണിതോടുകൂടി ആ വിഷയം അവിടെ പരിഹരിക്കപ്പെട്ടു. പിന്നീട് ഇപ്പോൾ അവിടെ നിന്ന് മറയൂരിൽ നിന്ന് പൈസനാർ വരെ പോകുന്ന സ്ഥലത്തിന് 4 കോടി രൂപ ഫണ്ട് അനുവദിച്ച്
ഇപ്പോൾ റോഡ് വർക്കുകൾ ആരംഭിക്കുമ്പോൾ ടെൻഡർ സ്റ്റേജ് ആണ്. അത് മനോഹരമായ റോഡാണത്. അതെ അതായത് പണി തീർന്നു കഴിഞ്ഞാൽ ഫയസ് നഗറിൽ ആ പാറ വഴി കയറി പോകുമ്പോൾ മുനിയറകളുണ്ടല്ലോ, അതെ 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 അതൊരു ചരിത്ര ആ, ആ, പ്രധാനമായ വളരെ ചരിത്രാവശിഷ്ടങ്ങൾ ഉള്ള ചരിത്രപ്രധാനമായ ഒരു ഏരിയയും കൂടിയാണ്. തന്നെയല്ല അവിടെ നിന്നുള്ള വ്യൂ മനോഹരമാണ്. അതെ. ഇനി അടുത്ത ഘട്ടത്തിൽ കാന്തല്ലൂർ വരെ 10 കോടി രൂപ ഇനി ഒരു മാസത്തിനുള്ളിൽ പുതിയൊരു AS വരും. ഞാൻ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഗവൺമെന്റ് പറയുന്നതിന് മുമ്പ് തന്നെ. പക്ഷെ അവിടുത്തെ കാന്തല്ലൂർ വരെ റോഡിന് ഗവൺമെന്റ് 10 കോടി രൂപ അനുവദിക്കാൻ ആ പോകും. വളരെ സന്തോഷകരമാണ്. കാന്തല്ലൂരുകാരും ഫയസ് നഗറുകാരും കോവിൽക്കടവുകാരും ഒക്കെ ഇത് കേൾക്കട്ടെ. അവര് കേൾക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് തന്നെ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അവർക്കത് ആവശ്യവുമാണ് സാർ. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ സമയത്തിന്റെ കുറവ് കാരണമാണ് ഒന്ന് രണ്ട് കാര്യങ്ങളോട് അങ്ങയോട് ചോദിക്കാൻ. പ്രധാനപ്പെട്ട ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേവികുളത്ത് പുലി ഇറങ്ങുന്നു. അതിപ്പോൾ MLA നമ്മുടെ ആരുടെയും കുഴപ്പങ്ങളല്ല. നേരെ മറിച്ച് പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്ന ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആനയുടെ ശല്യം, കാട്ടുപോത്തിന്റെ ശല്യം ഒക്കെ വല്ലാതെ കൂടി വരും. പണ്ടത്തെ അപേക്ഷിച്ച് കൂടി വരുന്നുണ്ട്. വനം വകുപ്പ് ഫലപ്രദമായി ഇടപെടുന്നുണ്ടോ? വനവകുപ്പ് ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ RRTകൾ പ്രവർത്തിക്കുന്നത് ദേവികുളം മണ്ഡലത്തിലാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം വനമുള്ള ഒരു പ്രദേശമാണ് ദേവികുളം. നമ്മുടെ പ്രദേശം. പക്ഷെ ഇപ്പോൾ കൂടുതലായി വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ്. നേരത്തെ വനത്തിൻ്റെ അകത്താണെങ്കിൽ ഇപ്പോൾ വനത്തിൻ്റെ പുറത്ത് വരെ ഇറങ്ങി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒത്തിരിയേറെ ആളുകളുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഈ മണ്ഡലത്തിലെ കുറേ സ്ഥലങ്ങളിൽ ഫലപ്രദമായി തടയിടുന്നതിന് വേണ്ടി, വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 7.5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വേലി, അതുപോലെ ട്രഞ്ച് നടക്കും. പക്ഷെ അതൊന്നും പരിഹാരമല്ല. ആന ഇന്നിപ്പോൾ ഇവിടെ വേലിയിട്ടത് കൊണ്ട് ഇവിടെ വന്നില്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്തിലൂടെ ഇറങ്ങി വരും. ഒന്ന് വന്യമൃഗം പെരുക്കമാണ്, അതിൻ്റെ എണ്ണം ദൈനംദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം പറയുന്നുണ്ട് നായാട്ട് നമുക്ക് അനുവാദം വേണം എന്നുള്ളത്. പക്ഷെ ഇതൊന്നും നമ്മളെ കൺട്രോളിലുണ്ട്, സംസ്ഥാനത്തിന് പരിമിതി. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാവുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമസഭക്കകത്ത് പ്രമേയം പാസ്സാക്കി 1972 വൈൽഡ് ലൈഫ് ആക്ടിൽ മാറ്റം കൊണ്ടുവരണം. നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോട് ഇത് ആവശ്യപ്പെടുന്നുണ്ട്. അല്ല, കാലഘട്ടമായിട്ട് എന്ന് പറഞ്ഞാൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. കാട്ടുപന്നിയൊക്കെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. കാട്ടുപന്നികൾ ശുക്രജീവിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വെടിവെക്കാനുള്ള അധികാരം ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനാണ് കൊടുത്തിരിക്കുന്നത്. ലൈസൻസ് ഉള്ള ആളുകളെ വിളിച്ച് അത് വെടിവെക്കാൻ പറ്റും. പക്ഷെ ഇതുകൊണ്ട് പരിഹാരമാകുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ വനം വകുപ്പിനെ സഹായിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ വന്യമൃഗ ശല്യം തടയുന്നതിന് ആവശ്യമായിട്ട് MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം ഞാൻ അനുവദിച്ചിരിക്കുന്നത്. ഈ അനുവദിക്കാൻ കാരണം ഞാൻ ഫോറസ്റ്റുകാരോട് തന്നെ റിപ്പോർട്ടങ്ങ് തേടി ഏതൊക്കെ പ്രദേശങ്ങളിൽ വന്യമൃഗ ശല്യം കൂടുതലാണ്, നമുക്ക് ആ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴത്തെ ഫലപ്രദമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ AI ക്യാമറ അടക്കം സംവിധാനമുള്ള ഒരു സിസ്റ്റം സ്ഥാപിക്കുകയാണ്. ഈ സിസ്റ്റം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 കിലോമീറ്ററിൻ്റെ അകത്ത് ഏത് വന്യജീവി വന്നാലും നമുക്ക് ഈ ക്യാമറയിലൂടെ അറിയാൻ പറ്റുമോ. ഇടമലക്കുടിയിലൊക്കെ അത് സ്ഥാപിക്കുന്നു സാർ ഒരിക്കൽ സൂചിപ്പിച്ചു. അതെ അതെ. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നൊരു അലാറം നമുക്ക് കേൾക്കത്തില്ല, പക്ഷേ മൃഗങ്ങൾക്ക് കേൾക്കും. അത് തിരിഞ്ഞു പോകാൻ പാകത്തിനുണ്ട്. ഇപ്പോൾ ചാലക്കുടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഫലപ്രദം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളൊന്നും ആലോചിച്ചില്ല. നമുക്ക് നമ്മുടെ ജനങ്ങളുടെ സുരക്ഷിതമാണ് ആവശ്യം. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ പ്രാരംഭ പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണെന്ന് പരീക്ഷിക്കുകയാണ്. അത് ഒരുപക്ഷെ ഫലപ്രദമാണെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. തീർച്ചയായിട്ടും സാർ. നമുക്ക് ഈ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് സാർ ആർട്സ് കോളേജിൻ്റെ ഒരു കാര്യം സാറിനറിയാം. ആദ്യം ദേവികുളം റൂട്ടിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ കെട്ടിടങ്ങളൊക്കെ മണ്ണിടിഞ്ഞ് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. സത്യത്തിൽ ഇന്ന് ആർട്സ് കോളേജ് പ്രവർത്തിക്കുന്നത്, അങ്ങ് പലവട്ടം അവിടെ പോയിട്ടുണ്ടാവുമല്ലോ, പ്രസംഗകൻ ഞാൻ ആയതുകൊണ്ട് എന്നെ പലവട്ടം അവരവിടെ വിളിക്കുകയും ഞാൻ അവിടെ പലവട്ടം പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് കഷ്ടം തോന്നും. അത് മാറ്റി സ്ഥാപിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായിട്ടും. ഇത്രയും കാലം താമസിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സങ്കടം തോന്നുന്ന ഒരു വിഷയമാണ്. കുട്ടികളുടെ അവസ്ഥ തന്നെ വലിയ ദയനീയമാണ്. ഒരു ചെറിയ മുറികൾക്കുള്ളിലെല്ലാം അവർ ഇപ്പോൾ ക്ലാസ്സിൽ കഴിഞ്ഞുകൂടുകയാണ്. അഡ്മിഷൻ അവിടെ കുറയുകയാണ്. അങ്ങനെ സൗകര്യങ്ങൾ കുറവ്, പരിമിതികൾ ഉള്ളത് കൊണ്ട്. പക്ഷേ സർക്കാർ ഒരു കാര്യം ചെയ്തു. 2018 നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നുള്ളത്. ആ കോളേജ് ഇടിഞ്ഞു പോയതിന് ശേഷം ഇപ്പോൾ തന്നെ 20 കോടി രൂപ
ഫണ്ട് അനുവദിക്കുന്ന സർക്കാരിന് ഒരു തടസ്സം വന്നിട്ടില്ല. പക്ഷെ മൂന്നാറെ സംബന്ധിച്ച് ഈ കോളേജ് ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ ഈ കോളേജ് സ്ഥാപിക്കണം. നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ കോളേജ് വെച്ചാൽ, ദൂര സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന കുട്ടികളെ ബാധിക്കും എന്നുള്ള നിലയ്ക്കാണ് ഒരു മെയിനായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ ഈ കോളേജ് സ്ഥാപിക്കണം. സ്ഥലം കണ്ടെത്തണം. കുറേ സ്ഥലങ്ങൾ കണ്ടെത്തി. ഇതൊന്നും കോളേജ് പണിയാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളല്ല. അപ്പോൾ ഏറ്റവും അവസാനം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലം DTPCയുടെ ആണ്. 3 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ കോളേജിൻ്റെ മറ്റേ DTPCയുടെ കെട്ടിടത്തിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. അതിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വർക്ക്ഷോപ്പിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം ആലോചിച്ചപ്പോൾ റൂസയുടെ നോംസ് അനുസരിച്ച് ഒരു 10 ഏക്കർ സ്ഥലം കിട്ടുവാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടുള്ള ഒരു കെട്ടിടം നമുക്ക് പണിയാം. DYSP ഓഫീസൊക്കെ കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ പാലം കിടന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആ തോട് ഒഴുകുന്ന ഭാഗത്ത് കുറേ സ്ഥലം പണ്ട് കുതിരപ്പന്തയം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമുണ്ടല്ലോ, അത് കമ്പനിയുടെ ഇടാം. കമ്പനിയുടേതാണെന്ന് നമ്മൾ സർക്കാർ സ്ഥലം അന്വേഷിച്ച് ആ സർക്കാർ സ്ഥലങ്ങളിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ കോളേജ് വയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുള്ളത്. അതിൽ ഏകദേശം ഇപ്പോൾ 10 ഏക്കറാണ് ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത്. ഈ 10 ഏക്കറിൽ സർക്കാർ ഭൂമി 5 ഏക്കറും അതുപോലെ ബാക്കി DTPCയുടെ സ്ഥലവും ഇപ്പോൾ കെട്ടിടം അടക്കം ഏറ്റെടുത്തുകൊണ്ട് പുതിയ കോളേജ് കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരവ് സർക്കാർ ഇപ്പോൾ ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ പണികൾ ഉടൻ തന്നെ ആരംഭിക്കും. എത്രയും പെട്ടെന്ന് അത് പണിത് കൊടുക്കണം ആഗ്രഹമുണ്ടല്ലോ. ഞാനിങ്ങനെ ഒരു സജഷൻ വെച്ചെന്നേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട്. ഏതായാലും മൂന്നാറിലെ ട്രാഫിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒട്ടേറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓട്ടോക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്യൂ അടുത്ത കാലത്തുണ്ടായിരുന്നു. അതൊക്കെ മാറിയെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും മൂന്നാർ ഈ പൊതുവെ ഈ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ട്രാഫിക് പ്രശ്നങ്ങൾ മൂന്നാർ പരിഹരിച്ചാൽ തന്നെ ടൂറിസത്തിന് ഒത്തിരി സാധ്യത ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് മാഷ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഈ ഓട്ടോക്കാരുടെ പ്രശ്നമൊക്കെ പറഞ്ഞു. ഒന്നാമത് ഓട്ടോറിക്ഷകളുടെ എണ്ണം കൂടുതലാണ്. ഇപ്പോൾ ദൈനംദിനം ഓരോ ദിവസം എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൗണല്ല നമ്മുടെ ടൗൺ. പിന്നെ അവരെല്ലാം ഉപജീവനമാർഗം ഇങ്ങനെ വരുന്ന ഗസ്റ്റുകളും അങ്ങനെയുള്ള ഇതിലാണ് ഉപജീവനം നടത്തി പോകുന്നത്. അവരുടെ ഒരു പ്രതിഷേധം ഉയർന്നത് മൂന്നാറിലേക്ക് ഒരു ഡബിൾ ഡെക്കർ ബസ് വന്ന സമയത്താണ്. ഒരു ഡബിൾ ഡെക്കർ ബസ് കൊണ്ടുവരുന്നു. ഈ ഡബിൾ ഡെക്കർ ബസ് കൊണ്ടുവരുന്നത് ആരുടെ ഉപജീവനമാർഗം തടയുന്നതിന് വേണ്ടിയിട്ടല്ല. ഈ മൂന്നാർ എന്ന് പറയുമ്പോൾ മൂന്നാറിൽ വ്യത്യസ്തമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ വിനോദസഞ്ചാരികൾ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് ഈ മൂന്നാറിൽ ഓട്ടോ ഓടിക്കുന്ന ആളുകൾക്കും ജീപ്പ് ഓടിക്കുന്ന ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹോട്ടൽ വെച്ച് നടത്തുന്ന ആളുകൾക്കും അതുപോലെ റിസോർട്ട് ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇതിൻ്റെ ഗുണം ലഭിക്കും. നമ്മൾ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ഡബിൾ ഡെക്കർ ബസ് വന്നപ്പോൾ എല്ലാവരും ഏറ്റെടുത്തു അല്ലേ. ആ സമയത്ത് ചെറിയ വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇറക്കി വിട്ടതാണ്, സമരത്തിന് ഇറക്കി വിട്ടതാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉപജീവന മാർഗം പോകുന്നുള്ളത്. 2 ട്രിപ്പോ 3 ട്രിപ്പോ അടിക്കുന്നത് കൊണ്ട് ഇവരെ എങ്ങനെ ബാധിക്കും? ഒരിക്കലും ബാധിക്കില്ല. പക്ഷെ അതാണ് അതിൻ്റെ ഒരു മൂല കാരണം. അന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ഇറക്കി വിട്ടു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഒരാളുടെയും അതിന്റെ പേരിൽ അവര് ഒട്ടേറെ വേട്ടയാടപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ ഒരു തോന്നല് വന്നു. അല്ല, അതിനുശേഷം തുടർച്ചയായിട്ട് ഗതാഗത മന്ത്രി ചില ഉത്തരവുകൾ കൊടുത്തു. എല്ലാം പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ആളുകളും ഫിറ്റ്നസ് ഇല്ലാത്ത ആളുകളും അങ്ങനെ കൊണ്ട് ഇതെല്ലാം നമുക്ക് ഏത് ഡ്രൈവറാണെങ്കിലും നമ്മളൊരു ഡ്രൈവറായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ട കാര്യങ്ങൾ ലൈസൻസ് വേണമെന്നുണ്ട്. ഇപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഒരാൾ ആക്സിഡന്റ് പറ്റിയതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ കിടപ്പിലാണ്. ഞാൻ അറിയുന്ന ഒരു പേഴ്സണലായിട്ട് അറിയുന്ന ഒരു കേസാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. സർക്കാർ മുഖാന്തരം മെഡിക്കൽ എയ്ഡ് വാങ്ങിച്ചു കൊടുക്കാൻ എന്നോട് സമീപിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും അത് വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്കിത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് MLAക്ക് പറ്റും. പക്ഷേ ഒരു വ്യക്തിപരമായ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കണമെങ്കിൽ ഈ മെഡിക്കൽ എയ്ഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഈ വിഷയം ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇപ്പോൾ മോട്ടോർ ക്ലെയിം ആക്സിഡന്റ് ക്ലെയിം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അങ്ങനെ നിയമപരമായ ഒട്ടേറെ കാര്യങ്ങൾ, അതൊക്കെ ഒരു ബോധവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങളും കൂടി ഉണ്ട്. ഏതായാലും അത് നിൽക്കട്ടെ സാർ, അത് അവിടെ നിൽക്കട്ടെ. ഈ മൂന്നാർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നിത്യേന വാർത്തകളാണ് പത്രങ്ങളിൽ. അത് എത്ര പഞ്ചായത്ത് പ്രസിഡന്റാണ് 5 വർഷം കൊണ്ടുണ്ടാകുന്നത്? അതെന്താണ്? അപ്പോൾ വളരെ ചുരുക്കി, അങ്ങേ സമയത്തിൻ്റെ കുറവുണ്ട്, എന്നാൽ അങ്ങേക്ക് ഒരുപക്ഷെ ഒത്തിരി പറയാനുണ്ടായേക്കും. പക്ഷെ എന്നാലും പെട്ടെന്ന് ജനങ്ങൾക്കറിയാനും ഒരു സ്ഥിരതയായിട്ടുള്ളൊരു ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് അത് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദൗർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ ഭരണസമിതി അവിടെ ഒരു പാനലിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ആളുകൾ മറുകണ്ഠം ചാടി അവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നു.
അപ്പോൾ ഇവിടെ നിന്ന് ചില ആളുകൾക്ക് അധികാരം കിട്ടാത്തതിൻ്റെ ഭാഗമായി അവരെ മറുകണ്ഠം ചാടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയതിൻ്റെ ഭാഗമായി ഒരു സ്ഥിരതയില്ലാത്ത ഒരു ഗവൺമെൻറ്റായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഭരണസമിതിയുടെ കാലത്ത് കുറേ കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ തൊട്ടടുത്ത പഞ്ചായത്താണ് പള്ളിവാസൽ പഞ്ചായത്ത്. എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും കുറേ കാര്യങ്ങൾ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ഈ കഴിഞ്ഞ പ്രതിസന്ധി അവിടെ ദിവസം ഉണ്ടായിട്ടുള്ളത് ഇതുവരെ. അതെ അതാണ് സ്ഥിരതയുടെ ഒരു ഗുണം. കഴിഞ്ഞ തവണ ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. സംസ്ഥാന തലത്തിൽ അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച ടേക്ക് ബ്രേക്കിനുള്ള അവാർഡ് കൊടുത്തിരിക്കുന്നത് ഈ പള്ളിവാസൽ പഞ്ചായത്തിനാണ്. എന്ന് വെച്ചാൽ അവർ ആ രീതിയിലുള്ള ഒരു പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നു. അതുപോലെ ബാക്കിയുള്ളവർക്ക് ചെയ്യാം. ടൂറിസം മൂന്നാറിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാം. ഓൺ ഫണ്ടുള്ള ഒരു പഞ്ചായത്താണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. നല്ല അതാണ് ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് സാർ, സമയത്തിൻ്റെ പരിമിതി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഹോസ്പിറ്റൽ ഇപ്പോൾ ടാറ്റയുടെ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പരിമിതിയായി നിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ ടാറ്റയുടെ ആശുപത്രി മാത്രമേ ഉള്ളൂ. ആശുപത്രി എന്നുള്ളത് പൊതുവെ എല്ലാ സൗകര്യങ്ങളോടുള്ള ഒരു ആശുപത്രി വേണം എന്നുള്ളത് സർക്കാരിൻ്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് ഒരു PHC, CHC, താലൂക്ക് ലെവൽ, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ് അങ്ങനെ തിരുവനന്തപുരത്ത് സ്ഥലമുണ്ടല്ലോ. പക്ഷേ മൂന്നാറിൽ ഒരു ആശുപത്രി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചു. ഏകദേശം അന്ന് ഒരു 60 കോടിയോളം രൂപ അനുവദിച്ചു. പിന്നീട് അത് റിവേസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 88 കോടി രൂപ അല്ല 78 കോടി രൂപ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാർ ദേവികുളത്ത് CHC പ്രവർത്തിക്കുന്ന സ്ഥലത്ത് 5 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. അവിടെ ഒരു പുതിയ ആശുപത്രി പണിയുന്നതിന് വേണ്ടി ഗവൺമെൻറ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. എന്താ പറയുക, എല്ലാ തടസ്സം വരികയാണ്. മൂന്നാറിൽ ഈ സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ട്. അതിലൊക്കെ നമ്മൾ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ സ്ഥലം കിട്ടിയിരിക്കുന്നതും. പിന്നീട് ഇപ്പോൾ ഒരു പുതിയ ഏജൻസിനെ തീരുമാനിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഒന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഏറ്റെടുത്ത ഏജൻസി ഇപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഏജൻസിനെ നിശ്ചയിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ പണികൾ തുടങ്ങണമെന്നാണ്, സ്ഥലം ഏറ്റെടുത്ത് പണികൾ തുടങ്ങണമെന്നാണ് ആരോഗ്യവകുപ്പിനോട് റവന്യൂ വകുപ്പ് പറഞ്ഞത്. ഈ 1 വർഷം മാനദണ്ഡമാക്കണ്ട, അത് എല്ലാ അഗ്രിമെൻറ്റിൻ്റെ അകത്തും ഉള്ളതാണ്. എന്നാൽ പോലും ഏജൻസി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ആശുപത്രിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ ഇടപെടൽ അതിനകത്ത് ശക്തമായിട്ട് തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തിരുവനന്തപുരം ചെന്നപ്പോഴത്തേക്കും പുതിയ ഏജൻസി വെക്കുന്നതിന് വേണ്ടി ആരോഗ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് പറയുന്ന കൂട്ടത്തിൽ തന്നെ അടിമാലി ആശുപത്രിയെ കുറിച്ച് പറയാതിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു ആശുപത്രിയാണ്. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 12.5 കോടിയുടെ ഒരു പുതിയ കെട്ടിടം തന്നെ നമ്മൾ പണി പൂർത്തീകരിച്ചു. ഇവിടെ ഒരു കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇടുക്കി പാക്കേജിൽ നിന്ന് 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആളുകൾ എത്തിച്ചേരുന്ന മുറയ്ക്ക് കൂടുതൽ ആളുകളാണ്. അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു കൊടുക്കണം തന്നെയാണ് ഗവൺമെൻറ് വിചാരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് അങ്ങയുടെ മണ്ഡലം. ഒരു കാലത്ത് നമ്മുടെ VS മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് കുറേ പൊളിക്കലും അതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ ചക്രമുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കയ്യേറ്റം നടക്കുകയും ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് ജനത്തിന്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് പട്ടയം കിട്ടുന്ന കാര്യത്തിൽ ഒക്കെ ഇപ്പോഴും ചില മെല്ലപ്പോക്ക് തുടരുന്നുണ്ട്. ആ കാര്യത്തിൽ എന്താണ് അങ്ങനെ അഭിപ്രായം? പട്ടയ നടപടികളിൽ ഇത് നോക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് പട്ടയം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇടുക്കി ജില്ലക്കകത്ത് മാത്രം ഏകദേശം 47,000 പേർക്ക് പട്ടയം കൊടുത്തു. ഞാൻ നമ്മുടെ മണ്ഡലത്തിൻ്റെ കാര്യം മാത്രം പറയുന്നു, വെളിയിലുള്ള കാര്യങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ തോട്ട മേഖലയിൽ പട്ടയം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കുട്ടിയാരവേലി ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് കൊടുത്ത് തീർത്തിട്ട് അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വേണം. പക്ഷേ ചില ഗവൺമെൻറ്റുകൾ അത് ചെയ്യാത്തതിൻ്റെ ഭാഗമായി തടസ്സപ്പെട്ടു. ഇപ്പോൾ അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേ നടപടികൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഹൗസിംഗ് കോളനിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ വർഷമാണ് അവർക്ക് പട്ടയം കൊടുത്തിട്ടുള്ളത്. പിന്നെ അസൈൻമെൻറ്റ് പട്ടയങ്ങൾ കൊടുക്കാൻ വേണ്ടി LA കമ്മിറ്റി തീരുമാനിച്ച് കൊടുക്കുന്ന പട്ടയങ്ങൾ ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് 1964 ആക്ട് വെച്ചുകൊണ്ട് പട്ടയങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അത് മറികടക്കാൻ വേണ്ടി അഫിഡവിറ്റ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അത് ഈ സ്റ്റേ മാറുന്ന മുറയ്ക്ക് കൂടുതൽ ആളുകളിലേക്ക് ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയങ്ങൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വെള്ളത്തൂൾ മേഖലയിൽ പത്തുചേൻ ഭാഗത്ത് താമസിക്കുന്ന കല്ലാർകുട്ടി മേഖലയിൽ താമസിക്കുന്ന ആളുകൾ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളുകളാണ്. ഈ അവിടെ ഒരു ഡാം പണിയുന്നു പറഞ്ഞപ്പോൾ അവരെല്ലാം സ്വന്തം സ്ഥലം വിട്ടിട്ട് മാറിപ്പോയ ആളുകളാണ്. അവർ താമസിക്കുന്ന സ്ഥലങ്ങൾക്ക് പട്ടയം കൊടുക്കണം. ഞാൻ കഴിഞ്ഞ നിയമസഭയ്ക്കകത്ത് ഈ വിഷയമെല്ലാം ഉന്നയിച്ചു. ഗവൺമെൻറ് ഇപ്പോൾ റവന്യൂ റെക്കോർഡുകളിൽ ചേർക്കുന്ന പണിയാണ്. എന്ന് പറഞ്ഞാൽ ഇരട്ടയാർ ഭാഗത്ത് കൊടുത്തു, അതിൻ്റെ ഭാഗമായി കിടക്കുന്ന ബാക്കി സ്ഥലത്ത് കൊടുത്തിട്ടില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3000-ഓളം ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ പറ്റും. അതുപോലെ കാന്തളൂർ
മാങ്കുളം പ്രദേശത്ത് നേരത്തെ കൊടുത്ത പട്ടയങ്ങളുണ്ട്. അതിൻ്റെ ഇപ്പോൾ സർവേ നടപടികൾ പൂർത്തീകരിച്ചു. ബാക്കിയുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കണം. ഇങ്ങനെ എല്ലാ മേഖലയിലും പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില തടസ്സങ്ങൾ അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്നു. അത് മാറ്റിക്കൊണ്ട് അതെല്ലാം മുന്നോട്ട് നീക്കിയിട്ടും പോകണമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങയുടെ തീർച്ചയായിട്ടും. വളരെ കർശനമായ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ കെട്ടിട സാർ, നിർമ്മാണ നിരോധനത്തിൽ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് പറയുവാണ്, അതും കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായിട്ടാണ് അത് കിടക്കുന്നത്. അവിടെ ഒരു ചെറിയ അതൊന്ന് ഇഷ്യൂ അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുന്നത് എന്താ വെച്ചാൽ, ഈ സാധാരണക്കാരൻ കെട്ടം പണിയായിട്ട് ചെന്നുമ്പോൾ അവന് 100 കൂട്ടം പേപ്പറുകൾ ഇവർ റവന്യൂക്കാർ ആവശ്യപ്പെടുന്നുണ്ട് പലപ്പോഴും. ഇവന് കൂലിപ്പണിക്കാരനാണ്, അവന് അതിനെ സംബന്ധിച്ച് വലിയ വിവരമൊന്നുമില്ലെന്ന് അവർക്കും അറിയാം. കഴിയുന്ന അവന് വീട് വെക്കാൻ 500 സ്ക്വയർ ഫീറ്റോ 800 സ്ക്വയർ ഫീറ്റിലേക്കാണ് അവന് ഒത്തിരി കടമ്പകൾ അവൻ കിടക്കേണ്ടതുണ്ട്. സെയിം സ്ഥാനത്ത് വലിയ റിസോർട്ടുകാർ, ഇപ്പം നമുക്ക് പലയിടത്തും, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ 8-9 നിലകളൊക്കെ കാണാം. അത്തരം ഈ നിയമപരിരക്ഷകൾ അവർക്ക് കിട്ടുന്നതിനെ സംബന്ധിച്ചൊക്കെ ചില ആശങ്കകൾ ആളുകൾക്കുണ്ട്. അപ്പോൾ അത് കോടതി ഉത്തരവ് മുഖേനയാണോ അതെയോ വേറെ എന്തെങ്കിലും സ്വാധീനത്തിന് മേലാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ നടക്കുന്ന ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? അല്ല, കോടതിയിൽ പോയി ഉത്തരവുകൾ സമ്പാദിച്ചതിന് ശേഷം പണിയുന്ന കുറേ ആളുകളുണ്ട്. അതുപോലെ ഇപ്പോൾ കേരള ഗവൺമെന്റ് തന്നെ ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിൽ പട്ടയമില്ലാത്ത ആളുകൾക്ക്, പട്ടയമുള്ള ആളുകൾക്ക് ഇപ്പോൾ NOC വാങ്ങിക്കുന്ന സ്ഥലത്ത് NOC വാങ്ങിച്ച് അവർക്ക് പണിയാം. പക്ഷെ ലൈഫിൽ പേരുണ്ട്, ഫണ്ട് വയ്ക്കുന്നു, എന്നാൽ അവർക്ക് പണിയാൻ പറ്റുന്നില്ല. അവർ ഈ LA കമ്മിറ്റീൻ്റെ അംഗീകാരം, കൈവശ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ പണിയാൻ പറ്റൂ. ഞാൻ LA കമ്മിറ്റിയുടെ ഒരു അംഗമാണ്, ഞാനും പങ്കെടുക്കുന്നത്. ഈ ലൈഫ് പദ്ധതിയിൽ വീട് പണിയുന്നതിന് വേണ്ടി LA കമ്മിറ്റിക്ക് വന്നിട്ടുള്ള മുഴുവൻ അപേക്ഷകളിലും അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് പോലും ഇത് കിട്ടരുത് എന്നുള്ള നിലപാടല്ല. എല്ലാ വർഷവും മാർച്ചിന് മുമ്പ് ഇത് തീർക്കണം, ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിന് മുമ്പ് ഇത് പാസ്സാക്കി കൊടുക്കണം. എപ്പോൾ ആവശ്യപ്പെട്ടാലും LA കമ്മിറ്റി വിളിച്ച് ഇത് പാസ്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നാലും ചില കേസുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ഉണ്ട്. അപ്പം അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. സമയത്തിൻ്റെ കുറവ് കാരണം സാർ, ഇനിയുണ്ട് ചോദിക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ. അങ്ങ് വളരെ സജീവമായി മണ്ഡലത്തിൽ ഇടപെടുന്നു, ഇനിയുള്ള സമയത്ത് ഇടപെടുമെന്നറിയാം. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ, ആളുകളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിന് അങ്ങ് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പതിത വിഭാഗത്തിൻ്റെ, പതിതരായ ആളുകളുണ്ടല്ലോ, സാധാരണ ജനങ്ങൾ, അവരുടെ വിഷമം, അവരുടെ നിലവിളികൾ, അവരുടെ രോഗാതുരതകൾ, അവരുടെ പട്ടിണി, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒത്തിരിയേറെയുണ്ട് നമ്മുടെ അങ്ങയുടെ പ്രത്യേകിച്ച് എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാര്യക്ഷമമായി അങ്ങ് വരുന്ന ആളുകളിൽ അഡ്രസ്സ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും നേരം മീഡിയാറ്റുമായി സംവദിച്ചതിന് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും എല്ലാം സാധാരണപ്പെട്ട ആളുകളോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഒരു ഡ്രീമായിരുന്നു ഇടമലക്കുടി അടക്കമുള്ള പ്രദേശങ്ങൾക്ക് ഒരു റോഡ് കൊണ്ടുപോകുക എന്നുള്ളത്. 2022 ഗവൺമെൻറ് ഒരു പാക്കേജ് പ്രഖ്യാപിച്ച് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ റോഡ് അവിടെ എത്തിയിരിക്കുകയാണ്. കറണ്ട് എത്തി, ആശുപത്രി എത്തി, സ്കൂൾ എത്തുവാണ്. അങ്ങനെ ഒരു 2000 പേര് താമസിക്കുന്നത്, അതെ, അപ്ഗ്രേഡ് ചെയ്തു. അത് മുഖ്യമന്ത്രിയോട് അവിടുത്തെ കുട്ടികൾ നേരിട്ടൊരു സംവാദത്തിന്റെ ഇടയ്ക്ക് ആവശ്യപ്പെട്ടതനുസരിച്ച്, അതെ, അപ്പൊ അതെല്ലാം ചെയ്യുന്നുണ്ട്. ലൈബ്രറി എത്തി, അതെ, അതുപോലെ എല്ലാ സ്റ്റേറ്റിലെ ആളുകൾക്കും തൊഴിലാളികളായിട്ടുള്ള ആ റോഡിലൂടെ ഞാൻ പലവട്ടം സഞ്ചരിച്ച് അവിടെ എത്തുകയുണ്ടായി. അവിടെ എത്തുകയും എല്ലാവരോടൊപ്പം നിന്നുകൊണ്ട്, നമ്മളെ കൊണ്ട്, നമ്മുടെ എല്ലാവർക്കും പരിമിതി ഉണ്ട്, ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. കറണ്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. മണിയാശാനാണ് അതിന് പോകുന്നത്. ആ വർക്ക് നടക്കുമ്പോൾ ഞാൻ ലൈബ്രറി ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ ആ വർക്ക് നടക്കുകയാണ്. ആ കൂട്ടത്തിൽ ഞാൻ ഒരു റോഡ് പോകുന്നുണ്ട്. ഈ റോഡിന്റെ ക്രെഡിറ്റും രാധാകൃഷ്ണ സഹോദരനാണ്. അദ്ദേഹമാണ് കേരളത്തിലെ അസിസ്റ്റന്റ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിന്റെ തുടക്കഘട്ടത്തിൽ സർക്കാർ ഫണ്ട് 2022 പാക്കേജ് അനുവദിച്ചതിന് ശേഷം ഫോറസ്റ്റ് തടസ്സവാദം, അവിടെ എന്താണ് ഈ ഫോറസ്റ്റ് വലിയ തടസ്സവാദം ഉണ്ടാക്കാതിരുന്നത്? അവിടെ റോഡ് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്ത് യോഗം വിളിച്ചു, മന്ത്രി പങ്കെടുക്കുന്നു, MLA എന്നുള്ള നിലയ്ക്ക്, മണ്ഡലത്തിലെ MLA എന്നുള്ള ഞാനും പങ്കെടുക്കുന്നു. അന്ന് അദ്ദേഹം ഫോറസ്റ്റുകാരോട് പറഞ്ഞ ഒരു വാക്കാണ്, ഒരു റോഡ് എന്നുള്ളത് ഒരു മനുഷ്യന് അത്യാവശ്യമാണ്. അവർ വന്നതിന് എത്രയോ കാലഘട്ടത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഫോറസ്റ്റ് ആയത് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അത് ആദ്യം പരിഗണിക്കണമെന്ന് അന്ന് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 18.5 കോടിയുടെ റോഡ് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കൊപ്പമാണ് നിൽക്കുക എന്നതിന്റെ വലിയൊരു തെളിവാണ് അതല്ലേ? തീർച്ചയായിട്ടും. ഇടമലക്കുടി പോലുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നു. ഞാൻ ഇടമലക്കുടി മാത്രമേ പറഞ്ഞുള്ളൂ. മണ്ഡലത്തിൽ മുഴുവൻ ആദിവാസി മേഖലയിലും എന്ന് പറഞ്ഞാൽ 146 കുടികളുള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ മണ്ഡലം. ഇപ്പോൾ ഏകദേശം 25 കുടിയിൽ 1 കോടി രൂപ വീതം
25 കോടിയുടെ പ്രവർത്തനം ഓരോ കുടികളിലും നടന്നുകൊണ്ടിരിക്കും. സാർ വട്ടവടയിൽ നിന്ന് സാമ്യാറുള്ള വഴി മേലെ വത്സപ്പെട്ടി കുടി കീഴെ വത്സപ്പെട്ടി കുടിയൊക്കെ ഉണ്ടല്ലോ, അതിലൊരു റോഡ് പണ്ടുണ്ടായിരുന്നു. ആ റോഡിന്റെ വികസനമായിട്ടുണ്ട്. തീർച്ചയായിട്ടും മാഷ അത് ചോദിച്ചത് നന്നായി. ഉം, എന്നുവെച്ചാൽ ഞാൻ ആ കാര്യം വിട്ടുപോയായിരുന്നു. പോട്ടവടയിൽ വരെ നമുക്കൊരു 2 കോടിയുടെ റോഡ് കൊടുത്തു. പിന്നീട് ഒരു 5 കോടി കഴിഞ്ഞ വർഷം ബജറ്റിൽ അനുവദിച്ചു. പക്ഷെ വർക്ക് എടുത്ത ആളുകൾ ചെയ്യാത്തതിൻ്റെ ചില വിഷയങ്ങളെ കൊണ്ട് ഇപ്പം അത് പരിഹരിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പണത്തോട്ടം വരെയുള്ള റോഡിന് 5 കോടി കൊടുത്തു. അതുകൂടാതെ എൻ്റെ 2.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പണിയുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് കേരള ഗവൺമെൻറ് വട്ടവടയിലേക്ക് 18.5 കോടി രൂപ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ സാമ്യാറിലൂടി ആ പ്രദേശത്ത് ചെലന്തിയാറിലേക്ക് പോകുന്ന റോഡ്, ഇതെല്ലാം പണിയുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഫണ്ട് നൽകിയിട്ടുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ആ വർക്കുകൾ ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നവകേരള സദസ്സിൻ്റെ ഭാഗമായ ഒരു 7 കോടി രൂപ നമുക്ക് തന്നിട്ടുണ്ട്. അത് അടിമാലി മേഖലയിൽ പ്രധാനപ്പെട്ട 200 ഏക്കർ മെഴിയഞ്ചാൽ റോഡ് അടക്കം ചെയ്യാനുണ്ട്. അതുപോലെ മാഷ താമസിക്കുന്ന ഈ കാണ്ടിയമ്പാറ റോഡുണ്ടല്ലോ, ഒരു അസറ്റിലും ഇല്ല. ആ റോഡടക്കം പണിയുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. എല്ലാ മേഖലയും, ഒരു മേഖലയും എൻ്റെ ഫണ്ട് പോകാതെ ഒരു പഞ്ചായത്തും ഇവിടെ ഇല്ല. ചില വർക്കുകൾ നടക്കാനൊക്കെ ചില താമസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ മേഖലയ്ക്കും ഒരേപോലെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് ഇനിയും ചെയ്യും. തീർച്ചയായിട്ടും സന്തോഷമുണ്ട് സാർ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ആദിവാസി കുടികൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കുടികളുള്ള മണ്ഡലം 152 കാര്യം അങ്ങ് പറഞ്ഞല്ലോ. എല്ലാ കുടികളിലും തന്നെ ഞാൻ ഈ സാക്ഷരതാ കാലഘട്ടത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ ഒരു ധാരണ എനിക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാനും അവരുടെ ആ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൊക്കെ സന്തോഷമുണ്ട്. കാരണം അവരാണല്ലോ സമൂഹത്തിൻ്റെ ഈ മുഖ്യധാരയിലേക്ക് ഇനി എത്തിപ്പെടേണ്ടവർ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുക എന്നൊക്കെ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു. ഇനിയും നമുക്ക് സഞ്ചരിക്കാൻ ദൂരങ്ങൾ ഏറെയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ആളുകളുടെ മനസ്സും പിന്തുണയും ഉണ്ടെങ്കിൽ ചെയ്യാൻ ധാരാളം കാര്യങ്ങളുമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അദ്ദേഹം പറയുന്നത് വരും കാലങ്ങളിൽ ജനത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ്. നന്ദി, നമസ്കാരം.